ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട ബീഫും ഈറ്റിംഗ് ചാലഞ്ച്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് ഇന്ന് മത്സരിക്കാൻ പോകുന്നത് ചാലഞ്ച്. അതെ, തോക്കുന്നുള്ള പേടി കൊണ്ടിട്ട് കൊച്ചിന്നും ഇല്ല. അതുകൊണ്ടല്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാണ്. ഓ പിന്നെ തീരെ താല്പര്യമില്ല. മാറിയിട്ട് കഴിക്കുക, എന്നാലും ഇത് ചാലഞ്ചിൽ ഇല്ലാന്ന് പറഞ്ഞു. അക്കുന് പെട്ടെന്ന് ഫാസ്റ്റില് കഴിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല എപ്പോഴും എന്താണ് എന്റെ മുമ്പത്തെ പ്രാവശ്യം അക്കുവിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പണിഷ്മെന്റ് അക്കുവിനാണെന്നല്ല കിട്ടിയത്, അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ ലാഗിങ് ഒന്നുമില്ല. ഇന്നൊരു കുട്ടി എല്ലാരും അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. പിന്നെ ഇതിന്റെ പണിഷ്മെന്റ് പറഞ്ഞില്ല. അതായത് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ കഴിക്കണം. ടൈമർ നമ്മൾ വെക്കും. മാക്സിമം പൊറോട്ട കഴിക്കാം, കറി നോക്കണ്ട. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കുറവ് കഴിക്കുന്ന ആള് 2 പച്ചമുളക് കടിച്ചരച്ച് തിന്നണം. 2 പച്ചമുളക് മാക്സിമം ഞാനൊരു കൂടെ ട്രൈ ചെയ്യും. ഹരി ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ല, അത് ടൈമർ. ഇപ്പൊ ഓരോ പൊറോട്ട അവരെടുത്തിട്ടുണ്ട്. ഞങ്ങള് രണ്ടുപേരും ഓരോ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറെ ചാറ് എടുക്കുന്നുണ്ട്. ദൈവമേ, തിന്നാൻ പറ്റിയാ മതിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത് വന്നില്ല, വന്നില്ലടി. ഇല്ല, ഞാനീ കളിക്കില്ല. വെള്ളം കുടിക്കാൻ പറ്റാത്ത ഭയങ്കര അറിയാം. വാശിയേറിയ മത്സരം. വേഗം വേഗം. ബീഫാണ്. അതെ, ഇവിടുത്തെ ഫേമസ് കടയാണ് ഈശപ്പന്റെ ബീഫ് കറി പൊറോട്ട. ഇതൊന്ന് കഴിഞ്ഞിരിക്കുന്നു, അടുത്തെടുത്തു. ഇറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പച്ചമുളക് തിന്നാനായിട്ട് ഒട്ടും താല്പര്യമില്ല. 2 കൈയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനർജി ഇപ്പോഴേ പോയിട്ടുണ്ട്. ടൈമുണ്ട്, 30 സെക്കൻഡ് ആയിട്ടുള്ള കുഴപ്പമില്ല. ഈ ടൈമുണ്ട് 1 മിനിറ്റും 24 സെക്കൻഡും ആയിട്ടുള്ളൂ. രണ്ടാമത്താണ്. വെള്ളം കുടിക്കാമോ? ഇല്ല. മറ്റെടുത്ത് മാറ്റി വെച്ചോ. 1 മിനിറ്റ്. രണ്ടാമത് അങ്ങനെ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ഇത് 3ാമത്തെ എടുത്തു. പക്ഷെ ഇപ്പൊ അവിടെ ഭയങ്കര വലിയ പൊറോട്ട ഉണ്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈശപ്പഞ്ചേട്ടന്റെ കടയിലെ ബീഫ് കറി 60 രൂപയുടെ നല്ല അടിപൊളി ബീഫ് കറിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വൈറലായ ബീഫ് ഒന്നല്ല, പറയുമ്പോ സത്യസന്ധമായിട്ട് പറയണ്ടേ. നല്ല ബീഫൊക്കെ ആണെങ്കിലും കണ്ടോ, നല്ല നല്ല പുട്ട് പോലത്തെ തന്നെ, നല്ല പഞ്ഞി പോലത്തെ ബീഫാണ്. അപ്പൊ റിൻസിമോള് 3ാമത്തെ എടുത്ത്, ഗീത 3ാമത്തെ എടുത്തിട്ടുണ്ട്. വാശിയേറിയ മത്സരം ഉണ്ട് ഇവിടെ രണ്ടും കൂടി. ആര് ജയിക്കും? ചത്തി ചത്തി ചത്തി. നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റ് 18 സെക്കൻഡ് ആയിട്ടുണ്ട്. 5 മിനിറ്റാണ് നമ്മുടെ ടോട്ടൽ സമയം. ഞാൻ 4. ഇതോടുകൂടി 5 മിനിറ്റ് ആയേക്കണേ. എനിക്ക് പച്ചമുളക് തിന്നണേന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഛർദിക്കാൻ പോയി പച്ചമുളക് തിന്നണം. തോറ്റവർക്കുള്ള സമ്മാനം.
പറ്റും. വെള്ളം കുടിക്കാവോ? ഇല്ലോ, വെള്ളം കുടിക്കാൻ പാടില്ല. ഞാൻ ഇത്തിരി വെള്ളം തേച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇത് വേണോന്ന് വെച്ചിട്ട് തിന്നണേന്നല്ല. എന്നാലും പറയും. അമ്മേ പറ്റുന്നില്ല. 4 മിനിറ്റും 45 സെക്കൻഡാണ്. എന്തായാലും ഞാൻ പിന്നീട് വരാം. 5 മിനിറ്റോളം പോവാണ്. എന്നിട്ട് ഓൾറെഡി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. അപ്പൊ 5 മിനിറ്റ് ആയി. അപ്പൊ 5 മിനിറ്റില് ഞാൻ 4 പൊറോട്ട കഴിച്ചിട്ടുണ്ട്. ജിൻസി 3. അപ്പൊ പറ്റുന്നില്ല, പല്ലിന്റെ ഇടയ്ക്ക് കയറി, അതുകൊണ്ടിട്ടാണല്ലേ ഞാൻ ജയിച്ചാൽ. പല്ലിലൊക്കെ തുളയണമെന്നാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. എനിക്ക് പല്ലിൽ തുളയൊന്നുമില്ല, എനിക്ക് പല്ല് ഇത്തിരി പ്രശ്നമേ ഉള്ളു. പക്ഷേ അതാ 4 പൊറോട്ട ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിന്നർ ഗീതു. ജ്യൂസറിന് 2 പച്ചമുളക്. ഇല്ല, ഒരെണ്ണം. തുടക്കത്തിൽ എന്നാ പറഞ്ഞ 2 2 എന്നാണ്. ഇല്ലില്ല, 2 പച്ചമുളക് എന്നാണ് തുടക്കത്തിൽ പറഞ്ഞേക്കുന്ന വാശി. ഞാൻ അതുകൊണ്ടിട്ടാണ്. ഒരെണ്ണമാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു 3 ഞാൻ നിർത്തിയാണ്. ഇനി ഇവിടെ നിന്ന് എണീക്കുമ്പോഴത്തേക്കും മറ്റേ വയറൊക്കെ കാണണം. അപ്പൊ ഓക്കെ, നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ചാലഞ്ച് ഒക്കെ കഴിഞ്ഞ് ഞാൻ വിന്നർ ആയിട്ടുണ്ട്. പ്രിൻസ് ലൂസറാണ്. വിൻ ചെയ്ത എനിക്ക് 1 ബോട്ടിൽ വെള്ളം ആണ് സമ്മാനം. ലൂസറായ റിൻസിക്ക് 2 പച്ചവെള്ളം. അത് അവർക്ക് ഇഷ്ടത്തിന് കഴിക്കാട്ടാ. 2 എണ്ണം ഏത് വേണോന്ന് വെച്ചാൽ കഴിക്കാം. അപ്പൊ ഇത് ഭയങ്കര എരിവാണ്. ഒരെണ്ണം ഇല്ല. ചാലഞ്ച് എങ്ങനെയാണ്? ഭയങ്കര എരിവുള്ള പച്ചമുളക്. 2 പച്ചമുളക്. എരിവ് കുറഞ്ഞത് കിട്ടിയില്ല. മറ്റാണെങ്കിൽ എത്ര വേണേലും കഴിച്ചു. അത് കുഴപ്പമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. തോറ്റുപോയി. ഇനി അടുത്ത പ്രാവശ്യം ജയിക്കാനുള്ള വാശി. ഞങ്ങളും ഇങ്ങനെ തന്നെയല്ലേ കഴിച്ചത്. നടക്കില്ല. ഗീത ഉള്ളിടത്തോളം കാലം പിന്നെ 4 പേര് കൂടി ഇത് ചെയ്യുവാണെങ്കിൽ ചിലപ്പോ എനിക്ക് പണിഷ്മെന്റ് കിട്ടൂല, ചിലപ്പോ അക്കുവിന് അനവസ്ഥ കിട്ടും. ഇതിപ്പോ നമ്മൾ 2 പേരല്ലേ ചെയ്തുള്ളൂ. അല്ല, എനിക്കും സത്യം പറഞ്ഞാൽ എനിക്കും കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ പിച്ചക്കീര കിട്ടി. എനിക്ക് മുളക് തിന്നണ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 നേരം മുളകാ. പാവയ്ക്കോ അതേപോലെ തന്നെ നാരങ്ങയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നമില്ല. പക്ഷെ ഈ മുളക് അതിന് വേണ്ടിട്ട് ഞാൻ ഏത് അച്ഛൻ പറയുമ്പോ ജയിക്കാം. മുളകിന് ഭയങ്കര മുളകിന്റെ മണം. മുളകിന്റെ മണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. വേങ്ങിക്കോ ഗൈസ്, ആ പച്ചമുളകിന്റെ മണം ഉണ്ടല്ലോ, എവിടെയും വരെ ഡിഷ് ഇവിടെ വരെ വരുന്നുണ്ട്. പാവം നമ്മുടെ മിസ്സല്ലേ. ഒരെണ്ണം കഴിച്ചാൽ മതി. ഒരെണ്ണം കഴിച്ചാൽ മതി. ഒരെണ്ണം കഴിപ്പിക്കാം. പക്ഷെ ഒന്നും കഴിക്കണം. ഭയങ്കര വെള്ളം മുളക് 2 എണ്ണം തിന്നേച്ചാണെങ്കിലല്ല റിൻസുവിന്റെ അവസ്ഥ. എന്റെ ദൈവമേ, ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതൊക്കെ ചാലഞ്ചുകളിൽ എങ്ങനെ മത്സരിക്കുന്ന പുകയണോ? ഉള്ളിൽ കൂടെ കണക്ഷൻ പോകണ്ട നിന്റെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. റിൻസുവിന് ഭയങ്കര എരിവെള്ളം മുളകാർന്നത് ഭയങ്കര എരിവാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ജയിക്കാം. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ പറ. പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ പോണ നാക്കൊക്കെ പോകും. ഞാൻ അത്യാവശ്യം മുളക് കഴിക്കുന്ന ആളാണ്, പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാന്താരി മുളകിനൊക്കെ അത് അന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു വെറൈറ്റിക്ക് കാന്താരി മുളക്. അപ്പൊ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം, ഓൾ എന്നുള്ളത് തന്നെ.
അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ 2 പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിട്ടുണ്ട്, അവർക്ക് നമസ്കാരം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.